മാ കക്കള ആവ. അമ്മേ ആ നീയാ വാ ചക്കരേ. അച്ഛമ്മ മനസ്സിലായ? ഓ ഇവിടെന്ന് മാറി താമസിച്ചിട്ട് 2 മാസമായില്ല. അപ്പേക്കും കൊച്ചി ഞങ്ങളെയൊക്കെ മറന്ന്. അതെങ്ങനെയാണ്? ഞങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ട അവിടെ? ഇല്ലമ്മേ, അവക്കെല്ലാരും അറിയാം. അവളിങ്ങനെ ചുമ്മാ പറയണാണ്. ഓ കൊച്ചിന്റെ വായൽനാക്ക് ഇത്തിരി കൂടിയിട്ടുണ്ടല്ല. ആ മോളെ മിണ്ടാതിരിക്കട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മയ്ക്കറിയുടെ ഉപ്പൊന്ന് നോക്കിയേ. ആ നാത്തൂന് ഇവിടെ ഉണ്ടായിരുന്നാ? ആ ഞങ്ങള് 2 ദിവസമായി വന്നിട്ട്. ഞങ്ങൾ 2 ദിവസമല്ല, ഞങ്ങൾ 10 ദിവസമായി വന്നിട്ട്. ഞാൻ ഇവിടുന്ന് സ്കൂളിൽ പോണ. ഒരു കാര്യം, അത് നിങ്ങള് വീട് മാറി താമസിച്ചപ്പോ എനിക്ക് കൂട്ടായിട്ട് വന്നതാണ് എന്റെ മോള്. എടി ഉള്ളി പോയിരുന്നില്ലടി. ഇവള് വാ തുറന്നോണേ പറയുള്ളൂ. ഞങ്ങ ശരിക്കും 2 ദിവസമായിട്ടുള്ളൂട്ടോ വന്നിട്ട്. അത് മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് വീട് മാറാൻ ഏക കാരണം ഇവളാണല്ലോ. എന്തായാലും ചേട്ടൻ മാറിയല്ല, ഇനി ഈ വീടിന്റെ അവകാശം അവക്ക് തന്നെ കൊടുക്കാല്ല. അമ്മയുടെ ബുദ്ധിയപാരം തന്നെ. നിങ്ങൾ 2 പേരും വീടൊന്നും മാറാതെ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ ആൾക്കാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഒന്ന് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന. എനിക്ക് പിന്നെ വല്ലാത്ത പേടിയാണ് അമ്മയുടെ കാര്യം ഓർത്തിട്ട്. അതാ ഞാൻ ഇവിടെ വന്ന് നിൽക്കണത്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോഴും നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലോ. അതും അമ്മനെ നോക്കാനായിരുന്നാ? അത് അമ്മയെ മീൻകറിക്ക് എരിവുണ്ടിട്ടാണല്ല. എൻ്റെ മോക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്നെ നോക്കാൻ അവൾ ഇവിടെ കുടുംബം പോലും കളഞ്ഞു വന്ന് നിൽക്കണത്. എൻ്റെ മോൻ്റെ ഇഷ്ടം പിന്നെ പറയണ്ടല്ല. അവനിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭാര്യനെയും ഭാര്യ വീട്ടുകാരെല്ലാം ഇഷ്ടം. ചിലർക്കൊരു വിചാരമുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ പെൻഷൻ കാശും ഈ വീടും കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കണേന്ന്. രാവിലെ തന്നെ നാത്തു സത്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുള്ള ദൈവങ്ങൾ പോലും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അമ്മനെ. ഞങ്ങൾ വിചാരിച്ചിരുന്നത് പുതിയ വീട്ടിലോട്ട് അമ്മനെയും കൂടി കൊണ്ടുപോകുന്നാണ്. ചേട്ടൻ വന്ന് 2-3 തവണ വിളിച്ചാണ് അമ്മനെ. അമ്മക്ക് ഈ വീടും പറമ്പൊന്നും വിട്ട് വരാൻ പറ്റൂലെന്ന് അമ്മ തന്നെയാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. വീട് വാർപ്പിനെ എന്നെ അവൻ വന്ന് വെറുതെ ഒന്ന് വിളിച്ചിട്ട് പോയി. വാ അവിടെ വരെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്നും പറഞ്ഞിട്ട്. എന്നിട്ടാണെങ്കിൽ ആ വീട് വാർപ്പ് കഴിഞ്ഞ് അവിടെ ഒന്ന് നിൽക്കുന്നു പറഞ്ഞില്ല എന്നോട്. അന്ന് എന്നെ രാത്രി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. അതെന്താണ് അമ്മ അങ്ങനെ പറയണത്? അമ്മയല്ലേ അന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന്. അതല്ലേ ചേട്ടൻ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നത്. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ടേ അവിടെ നിൽക്കാനായിട്ട്? അല്ലെങ്കിലും നിർബന്ധിച്ച് അമ്മനെ അവിടെ നിർത്തേണ്ട ആവശ്യം നാത്തൂനും ഇല്ലല്ല. സ്വന്തം അമ്മയല്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അത് ശരിയാ. നീയും നിന്റെ സ്വന്തം അമ്മനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടില്ല, പിന്നെ ഞാൻ നിർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളതിന് വീട് മേടിച്ചിട്ട് അധികം കാലമൊന്നും അവിടെ താമസിച്ചില്ല. 2 കൊല്ലം കണ്ടല്ലേ താമസിച്ചുള്ളൂ. അപ്പോഴേക്ക് വാടകയ്ക്ക് കൊടുത്തില്ലേ? അല്ലെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ അമ്മനെ കൊണ്ടുപോയി അവിടെ നിർത്തിയേനെ. ഓ 2 കൊല്ലം താമസിച്ചപ്പോ അമ്മനെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയില്ല അല്ലേ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളായില്ല. ആ വീട്ടിൽ കയറി താമസം തുടങ്ങിയതിന് ശേഷം പിള്ളേർക്ക് പനി വരും മാറും, പിന്നെ ചേട്ടന് വരും മാറും, എനിക്ക് വരും മാറും, പിന്നെ റിപ്പീറ്റ് ഇത് തന്നെ. അപ്പൊ അങ്ങനെയുള്ളൊരു വീട്ടിലോട്ട് അമ്മനെ കൊണ്ടുപോയി നിർത്തണം എങ്ങനെയാ? വാടകയ്ക്ക് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് മാറി ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് സമാധാനം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞത്. കണ്ടില്ല എൻ്റെ മോളുടെ സ്നേഹം മാത്രമാണ് എൻ്റെ മോക്ക് എന്നോട്. സ്നേഹം കൂടിയിട്ടായിരിക്കും അമ്മയുടെ കഴുത്തിലെ മാല ഊരിയെടുത്തതല്ലേ? അത് അവക്കൊരാവശ്യം വരുമ്പോ കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളു അവക്ക്. അതുകൊണ്ട് കൊടുത്തതാണ്. അവളെടുത്ത് തരും. ഞാനത് വിറ്റിട്ടൊന്നുമില്ല നാത്തൂനെ, ജസ്റ്റ് ഒന്ന് പണയം വെച്ചുള്ളൂ. അതിപ്പോ കറക്റ്റായിട്ടല്ല മാസം പലിശ അടച്ചോണ്ടിരിക്കണ്ട്. അടുത്തതിന് എടുത്തു കൊടുക്കും. ഓ നിങ്ങൾ വീട് മാറാതെ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമ്മനെ ഇവിടെ ആക്കിയിട്ട് പോവായിരുന്നു. ഇതിപ്പോ എന്തൊക്കെ അസുഖങ്ങളുള്ള അമ്മയാണ്, എങ്ങനെ തനിച്ചാക്കിയിട്ട് പോവും? ആർക്കാ അങ്ങനെ മനസാക്ഷി വരിക ആക്കിയിട്ട് പോവാനായിട്ട്? മാനസാക്ഷി എന്ന് പറഞ്ഞ സാധനം വെക്കുന്നുണ്ടെന്ന് എനിക്കോന്നല്ല. എൻ്റെ മോനൊരു മനസാക്ഷി ഉള്ളവനായിരുന്നു. ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എല്ലാം പോയി.
അമ്മേ ഇതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കയറി അന്ന് തുടങ്ങി കേൾക്കണാണ്. ഇനിയും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മേ. ഓ, വീട് വെച്ച് മാറിയതിൻ്റെ അഹങ്കാരാണോ നാത്തൂനെ? ഓ, അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നുമില്ല നാത്തൂനെ. ഞങ്ങൾ വെച്ചതൊരു കുഞ്ഞു വീടാണ്. ഞങ്ങൾക്ക് 3 പേർക്കും മാത്രം താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ വീട്. പിന്നെ ഇവിടെ വന്നു കയറി അന്ന് മുതൽ ഞാൻ കേൾക്കണതാണ് ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് വെച്ച വീടാണെന്നൊക്കെ. പിന്നെ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും അമ്മ പറയും അത് നിൻ്റെ ചേട്ടൻ്റെ വീടാണ്, ചേട്ടൻ്റെ പേരിൽ ഞങ്ങൾ എഴുതി കൊടുക്കും എന്നൊക്കെ പറയും. ഇപ്പം എൻ്റെ വീടെന്ന് പറയാൻ ഒരു വീടായത് ഇപ്പോഴാണ്. അപ്പോൾ അതും പറഞ്ഞ് അഹങ്കരിക്കണില്ല, സന്തോഷിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. ഓ മതി മതി പറഞ്ഞ് കാട് കയറണ്ട. എന്താണപ്പം നീ വന്നത്? കയറണില്ല അത്തോട്ട്? അത് ചേട്ടൻ ഇന്നലെ രാവിലെ മെഡിക്കൽ ക്യാമ്പിന് പോയിക്കാം തിരുവനന്തപുരത്ത്. നാളെ കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ എൻ്റെ അമ്മായി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് അവിടെ ഒന്ന് പോകണം. മോളാണെങ്കിൽ 2-3 ദിവസമായിട്ട് അവൾക്ക് പാടില്ലായിരുന്നു. അപ്പം അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എങ്ങനെയാണ്? എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മയാണ് കൊച്ചിനെ നോക്കിയിരുന്നത്. ഇപ്പം അമ്മായിക്ക് കൂട്ട് നിൽക്കണ അമ്മയാണേ, അതുകൊണ്ട് ആരുമില്ല. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചത്. ഓ ഇപ്പം അതിനാണാ? അതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട്? എൻ്റെ മോൻ്റെ കൊച്ചല്ലേ, ഞാൻ നോക്കാതിരിക്കുമോ? പിന്നെ അവൻ രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു ചിലപ്പോൾ കൊണ്ടുവന്നാക്കൂന്ന്. വീട് മാറി താമസിച്ചതിന് ശേഷമേ കൊച്ചിന് അംഗൻവാടി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. എവിടെ ആക്കൂന്ന് ഓർത്തിട്ടേ. അമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അമ്മയുടെ തൊണ്ടേ ആക്കാം. ഇതിപ്പോൾ അവിടെ ആരുമില്ല, വീട്ടിലും ആരുമില്ല, അതുകൊണ്ടാണ്. ഇത്രയ്ക്ക് വിശദീകരണമൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാവും. വേഗം പോയിട്ട് വന്നാൽ മതി. ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടല്ലേ, അതുങ്ങളൊക്കെ കൂടി കളിച്ചൊക്കെ ഇരുന്നോളൂ. അവള് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നീ ഇടയ്ക്ക് എന്തെങ്കിലും വിശക്കേണെന്ന് പറയുകയാണെങ്കിൽ 2 ബിസ്ക്കറ്റ് കൊടുത്തേക്ക്. ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്താം. അതൊക്കെ എനിക്കറിയാം, ഞാനും പിള്ളേരെയൊക്കെ വളർത്തിയിട്ടുള്ളതല്ലേ. ഓ ഇനി അതിനെ നോക്കണമല്ല. എൻ്റെ 2 പിള്ളേരും ശിവമോനും തുമ്പിമോളും ഇന്ന് ഇവിടെ ഉണ്ടേ. അതുങ്ങളായിട്ട് തല്ലുടിക്കലേട്ടാ. അതുങ്ങളുടെ മേത്തൊരു തരി മണ്ണ് വീണ അതുങ്ങളുടെ അച്ഛനത് സഹിക്കൂല. ഇല്ലില്ല, മോളങ്ങനെ ആരോടും തല്ലുടിക്കണം പ്രകൃതമല്ല. ഇവള് തല്ലുടിക്കൂലെന്നൊന്നും പറയണ്ട. 2-3 പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവള് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വന്നപ്പേ എൻ്റെ തുമ്പി മോളായിട്ട് ഇവളൊന്ന് തല്ലുടിച്ചായിരുന്നു. ഇവിടെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ അവൾക്ക് ഉറുമ്പിയാണെന്ന്. നോക്കി പേടിപ്പിക്കണ്ട, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടാ. എടി അത് പിള്ളേരൊക്കെ ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടുത്തൊക്കെ ഉണ്ടാവോടി. ആ കുഴപ്പമില്ല, എൻ്റെ കെട്ടിയോനറിഞ്ഞാൽ എൻ്റെ പിള്ളേരെ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. ഞാൻ പറഞ്ഞെന്നുള്ളൂ, കൊച്ചിവിടെ നിന്നോട്ടെ. അതും അതെ, ചേച്ചിയും ചേട്ടൻ്റെ ഒപ്പം അകത്ത് പോയിന്ന് കളിക്കിട്ടാ. അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ വരാം. അതുമ്മ എടാ അങ്ങോട്ട് പോയിക്കോട്ടെ അകത്തോട്ട്. എന്നാ ശരി അമ്മേ. ആ ഓ എന്താണ് അവളുടെ അഹങ്കാരം അല്ലേ. ലോകത്താദ്യമായിട്ട് വീട് വെച്ച പോലെയാണ് അഹങ്കാരം. ആ അതെ അതെ, വീടില്ലാതെ ഇവിടെ നിന്നപ്പോഴേ നല്ല അഹങ്കാരമായിരുന്നടി. അയ്യോ കേട്ടെന്നാണ് തോന്നണത്. ദേവന്നി ഷോ തല്ലാനാണോ പോയാ? അമ്മേ ഈ പൊതി അങ്ങോട്ട് വെച്ചേക്ക്, കുട്ടികളെ തൊടിപ്പിക്കലേട്ടാ. പിന്നെ ആദുവിനെ കാണിക്കണ്ട. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ചോദിക്കണ ഇത് എന്താണ് പൊതിയെന്നേ. കണ്ടു കഴിഞ്ഞത് പൊതി തുറന്ന് കാണിക്കേണ്ട വരും. ഇതങ്ങോട്ട് വെച്ചേക്കേ. ശരി എന്നാ. അമ്മേ എന്താണമ്മേ അവള് തന്ന പൊതി? ആർക്കറിയാം, എന്തോ കട്ടിയുള്ളൊരു സാധനമാണ്. പൊതി കണ്ടിട്ട് പൈസ പോലുണ്ട്. പൈസ ആണെങ്കിൽ 1000 രൂപ എനിക്ക് താമേ. ഫേഷ്യൽ ചെയ്തിട്ട് എത്ര നാളായിന്നറിയാമോ അമ്മേ, മുഖമൊക്കെ പോയി. എടി മോളെ എടി, ഇത് പൈസയാണെങ്കിൽ അതിൽ നിന്നൊരു നയാ പൈസ എടുത്തിട്ടുള്ള പരിപാടി ഞാൻ ചെയ്യൂല. അത് ഈ സരളക്ക് ചേർന്ന പരിപാടിയല്ല. എന്നിട്ട് വേണം മോൻ്റെയും മരുമോളുടെയും മുന്നിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കാൻ. നടക്കൂല. ഇത്രയും വലിയ കെട്ടിന്ന് 1000 രൂപ എടുത്ത അവളറിയൂലമ്മേ. നീ ഒന്ന് പോയടി. അയ്യോ എന്തൊരു അഹങ്കാരം അമ്മക്ക്. മരുമോള് കൊണ്ടുവന്നൊരു പൊതി കൊടുത്തപ്പേക്ക് വലിയ അഹങ്കാരായി. അങ്ങനെ പറ്റൂല. അത് പൈസ ആണെങ്കിൽ അതിനൊരു 1000 രൂപ അതെനിക്കുള്ളതാണ്. ആ ഇതെവിടെ ഇപ്പൊ വെക്കുക? അലമാരിലും വെക്കാം. അവസാനം പോവണ്ടായിരുന്നു.
കെട്ടി പൂട്ടി വെച്ചിട്ട് പോവണം. ഓ, താക്കോല് ഇവിടെ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അമ്മയല്ലേ ആള്. അപ്പൊ ഞാനേ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തപ്പേരുന്നു, ഇപ്പൊ കാണാനില്ല. അതാ. ഓ, എവിടെയിരിക്കും? അമ്മ ശിവണ്ണനോട് തല്ലുടിക്കണ്. നിങ്ങക്ക് ഇത് തന്നെ പണിയുള്ള മിണ്ടാതെ പോയി പൊടി. പോയി അമ്മ തുമ്പി എന്റെ കാർ എടുക്കണമ്മേ. നിന്റെ അനിയത്തിയില്ലടാ ഒരു കാർ അവക്ക് കൊടുത്താ എന്താ നിനക്ക്? പോയേ അവക്ക് കൊടുത്തേ, തല്ലുടിക്കാണ്ട് കളിച്ചേ. എന്താടി? ഓ, എന്താടി? ഞങ്ങളെ ഒളിച്ചൊളിക്കാണ് ശിവേട്ടനാണ്. ഓ, മനുഷ്യനെ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു കുളിച്ചുകളി. പോയടി, അവിടെ പോയി കളിച്ചേ. പോ. മോളെ, ഓ ആ വരുന്ന്. എന്താണമ്മേ, മനുഷ്യനൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അതിന് നിന്നെ ആര് വിളിച്ച്? ഞാൻ തുമ്പി മോളെന്നെ വിളിച്ചത്. ഓ, ഇവക്ക് പട്ടായ കുറെ നേരം ആയല്ലേ വിരികിനെ പോലെ വിരികി നടക്കണത്. അമ്മേ, മിഠായി ആണെങ്കിൽ ഒരു കഷ്ണം എന്താ അമ്മേ? നീ ഇത് എവിടെ നിന്നടാ? ഞാനിവിടെ ഒളിച്ചിരിക്കണ്ടായിരുന്നു, കുറച്ചേരമായി. അപ്പൊ അവർ രണ്ടുപേരും ഒളിച്ചിരിക്കണ്ടല്ല, നീ ഒളിച്ചിരിക്കണ്. അപ്പൊ ആരാണ് എന്താണത്? ആ, എല്ലാവരും ഒളിച്ചിരുന്നു, അപ്പൊ ഞാനും ഒളിച്ചിരുന്നു. നീ അങ്ങോട്ട് പോയേ, എന്തേലും കിട്ടണമെങ്കിൽ ഞാൻ തരാടാ. തരാതിരിക്കോ? സ്വന്തം അമ്മയല്ലേ ഞാൻ. ചെല്ലുമന്നാ. അയ്യേ, ഇത് എന്തെന്നാണ് പെട്ടിയ? അയ്യേ, കുറച്ച് പേപ്പർ ചുരുട്ടി വെച്ചേക്കണ്. ഇതിനാ സൂക്ഷിച്ചു വെക്കെന്ന് പറഞ്ഞോണ്ട് പോയത്. ഞാൻ വിചാരിച്ച പോലെ പൈസ ഇരിക്കുന്നു. ഇതെന്ത് സൂക്ഷിച്ചു വെക്കാൻ? അവിടെ എവിടെയെങ്കിലും ഇട്ടാപ്പോരെ. സൂക്ഷിച്ചു വെച്ചില്ലെന്ന് വേണ്ട. ഓ, കാല് ഭയങ്കര വേദനയാണ് അമ്മേ. അമ്മേ, എനിക്ക് കഷ്ടമാണെന്ന് തോന്നണം അമ്മ. കുറച്ചു നാളായിട്ട് ഞാൻ വിചാരിക്കണ പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. അതിനിപ്പോ നീ എന്താണ് വിചാരിച്ചത്? അല്ല, എന്തെങ്കിലും ആണെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കും. പക്ഷെ അതല്ലായിരിക്കും. നീ എന്താണ് പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഒന്നുമില്ല, അതൊന്നും പറഞ്ഞ അമ്മക്ക് മനസ്സിലാവൂല. ഓ, ദേ നാത്തൂൻ വരുന്നുണ്ട്. അമ്മേ, അവളെ തല്ലുടിച്ചായിരുന്നാ? ഇല്ല, അവളാരോടും തല്ലുടിച്ചൊന്നുമില്ല. എല്ലാവരുടെ ഒപ്പം ഓടിച്ചിട്ട് കളിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പെരുകുണ്ട്. ഇടക്ക് വന്ന് ബിസ്ക്കറ്റ് തിന്നണുണ്ട്. വാ, അത് വാ. എന്തെടുക്കായിരുന്നു? എന്തെടുക്കായിരുന്നു നമ്മുടെ പൊന്നി? അച്ഛനായിരുന്നാ? എന്നാ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. ആ കവർ കൊണ്ടുപോയില്ലട്ടാ? അതുകൊണ്ടോ? ആ, ഞാനത് മറന്നുപോയി. ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പുറത്തെ മുറിയിൽ വെച്ചേക്കാണ്. ഓ ഓ ഇന്നാ അതിനെന്താണമ്മായി പൈസ? പൈസ അല്ലേ തുമ്പിക്കുട്ട, ഇപ്പൊ നല്ല വിലയുള്ളൊരു സാധനാ. അതെന്ത് സാധനം? വേറെ ഒന്നുമില്ലമ്മേ, കുറച്ച് സ്വർണ്ണമാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് വീട്ടിൽ വെച്ചുകൊണ്ട് പോകാനായിട്ടേ. അപ്പൊ ഞാൻ ചെറിയ ചെറിയ പൊതികളായിട്ട് മോതിരവും കമ്മലൊക്കെ സൂക്ഷിച്ചു വെക്കണതാ. അത് ഈ
പെട്ടിയില്ല. ആരും ഇല്ലാണ്ട് അടച്ചിട്ട് പോരുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. അപ്പം ഞാനിങ്ങനെ കൊണ്ടുപോകും. അയ്യോ, അതൊന്ന് തുറന്നു നോക്കിയാൽ മതിയായിരുന്നു. ശേ, അമ്മ തുറന്നു നോക്കിയപ്പോ അമ്മ മോതിരം കമ്മലൊക്കെ കണ്ട അമ്മേ? ഞാൻ തുറന്നു നോക്കിയില്ല. അയ്യേ, ഇതെന്തെന്നാണ് പെട്ടിയ? അയ്യേ, കുറച്ച് പേപ്പർ ചുരുട്ടി വെച്ചേക്കണ്. ഇതിനാ സൂക്ഷിച്ചു വെക്കെന്ന് പറഞ്ഞോണ്ട് പോയത്. ഞാനോ? ഇവളെന്താണ് ഈ പറയണത്? ഇവളിടക്കിടക്ക് ഇങ്ങനെയാണ് ഓരോരോ പൊട്ട വർത്താനങ്ങൾ പറയും. പോയടി തുമ്പി, ഞാൻ തുറന്നു നോക്കിയില്ല. അമ്മ ഇത് പേപ്പറാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടും പോയില്ലേ? അപ്പൊ ഞാൻ പുറയില് ഒളിച്ചിട്ടുണ്ടായിരുന്നു. എടി, സാരില്ലമ്മേ, സ്വർണ്ണമൊന്നും പോയതായിട്ട് തോന്നണില്ല. ഞാൻ ദേ കെട്ടിവെച്ചതുപോലെ തന്നെ ഇതിരിക്കുന്നുണ്ട്. പക്ഷേ ആരൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. പോട്ടെ, വാ. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത്. കൊള്ളാടി, നല്ല സ്വഭാവമാണ്. ഇതേ വേറെ വല്ല കുടുംബത്തായിരുന്നെങ്കിൽ അവർ തല്ലി തന്നെ നിന്ന. സ്വർണം പോയാൽ കാണാണ്ട് പോയാൽ എങ്ങനെയെങ്കിലും കാണിച്ച് മേടിച്ചു കൊടുക്കാന്ന് വിചാരിക്കും. വിശ്വാസം പോയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടൂല.